ഇവിടെ നടന്നിരിക്കുന്നത് കുറ്റകരമായ കൂട്ടനരഹത്യയാണ്. ഈ വിജയ് എന്ന് പറഞ്ഞ നടന്റെ കഴിഞ്ഞ ദിവസം ഏതാനും ആഴ്ചകളായി നടന്നു വരുന്ന ഈ ജനങ്ങളെ തടിച്ചുകൂടി അയാളുടെ ഒരു വാഹനത്തിന് മുമ്പിൽ അയാളുടെ ദർശനം നൽകുന്ന പോലെ നടത്തുന്ന ഈ തട്ടിപ്പ് പരിപാടി സത്യസന്ധമായിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ അയാളെ ആയുഷ്കാലം ജയിലിലിടണ്ട. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇയാള് പരിപാടികൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7-8 മണിക്കൂറും വൈകി അയാൾ എത്തുന്നത്. ഇയാളുടെ റാലി നടക്കുന്ന പ്രദേശങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൂടുകയും ഈ ജനങ്ങൾ കടകളിലേക്കെല്ലാം ഇരിച്ചു കയറുന്നത് കൊണ്ട് തന്നെ എല്ലാ കടകളും അടച്ചുപൂട്ടി അവരുടെ സുരക്ഷ മുൻനിർത്തി അവർ അടച്ചുകെട്ടി ആ പ്രദേശത്ത് മാറി നിൽക്കും. പിന്നെ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ കണ്ട് ഈ മനുഷ്യരെന്ന് പറയുന്ന വർഗം ഇയാളെ കാത്ത് ഈ വെയിലത്തെല്ലാം ഈ പെരുവഴിയിൽ നിൽക്കുക. ഇയാൾ മനഃപൂർവ്വം 6-7 മണിക്കൂർ താമസിച്ചു വരും. കാരണം ഈ മനുഷ്യര് തന്നെ കാത്ത് അവിടെ നിന്നോളെന്ന് പറഞ്ഞ കുറ്റകരമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഇത്തരം സംഭവവാസങ്ങൾ നടത്തുന്നവര് ജനങ്ങളുടെ ദൗർബല്യങ്ങളെ, മനസ്സിന്റെ ദുർബലതയെ ചൂഷണം ചെയ്തുകൊണ്ട് തനിക്ക് 6-7 മണിക്കൂർ താമസിച്ച് വന്നാൽ അത്ര ആള് കൂടുന്നു, അവരെ കാത്തു നിൽക്കണമെന്നുള്ള ധിക്കാര മനോഭാവമാണ് ഇയാളെ പോലെയുള്ള ആളുകൾ നടത്തുന്നത്. ഇയാളൊരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചു, തമിഴകത്ത് അടുത്ത തവണ അധികാരത്തിൽ വരുമെന്നുള്ള ഹുങ്കിൽ ഇയാൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് നടത്തുന്ന ഇത്തരം പേക്കോരങ്ങൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടിന് തന്നെ ആപത്താണ്. ഇതിന്റെ തനിയാവർത്തനം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പുലർച്ചെ 3 മണിക്കും 4 മണിക്കും ഒക്കെ ഈ നടന്മാരുടെ പടത്തിന്റെ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഉറക്കമൊഴിച്ച് ഇടിച്ച് എന്താ പറയാ ലജ്ജിക്കുന്ന രീതിയിൽ തിയേറ്ററുകളിലെത്തി സിനിമ കണ്ട് പുറത്തിറങ്ങുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നില്ലേ? കഴിഞ്ഞ 1.5 വർഷം മുമ്പല്ലേ വടക്കഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതേ വിജയുടെ ആണെന്ന് എന്റെ ഓർമ്മ, സബ്ജക്ട് ടു കറക്റ്റ്, പിന്നെ കൂറ്റൻ കട്ടൗട്ടിന്റെ മുകളിൽ പാലൊഴിക്കുമ്പോൾ പാലഭിഷേകം നടത്തുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വീട് മരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ കേരളത്തിൽ പോലും നടക്കുന്നില്ല. അപ്പൊ ഇയാളെ പോലുള്ളവർ ശരിക്കും പറയുന്നത് രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ പോലും അറിയാതെ കണ്ട് രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശനം ചെയ്ത് ആരാധക വൃന്ദങ്ങളുടെ ദൗർബല്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് നടക്കുന്ന ഈ പരിപാടി നിയമപരമായിട്ട് നിലനിൽക്കും. എന്തായാലും ഇയാളെ അറസ്റ്റ് ചെയ്യണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പാവപ്പെട്ട ജനങ്ങളുടെ കുടിവെള്ളം പോലും കിട്ടാതെ ഉണ്ട്. ഇന്നലെ കണ്ട കാഴ്ച ദയനീയമായി. ഇന്നലെ അയാൾ ഒരു ബസ്സിന്റെ മോളിരുന്നുകൊണ്ട് അയാൾ ഒരു കുപ്പി വെള്ളം എറിഞ്ഞു കൊടുക്കും. ഇത് ആർക്കും അറിഞ്ഞിട്ടുണ്ട്? നമ്മളൊരുമാതിരി ഈ മീനൂട്ടൊക്കെ നടത്തുന്നവര്, മീൻകുളത്തിലെ മീനുകൾക്ക് ഭക്ഷണം എറിഞ്ഞു കൊടുക്കുന്നവരെ ഇയാൾ ഒരു കുപ്പി വെള്ളം എറിഞ്ഞു കൊടുക്കുന്നത്. ഇത് എവിടെ നടക്കുന്നത്? ഈ നാട്ടിലല്ലേ? മനുഷ്യനെന്ന് പറയുന്നവര് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ഇയാൾ എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത്? രാവിലെ 6 മണി മുതൽ കുഞ്ഞുങ്ങളുമായിട്ട് കാത്തു നിൽക്കുകയാണ് സ്ത്രീകൾ സഹിതം. തമിഴ് ജനതയുടെ കാര്യം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പരിക്കത്തോളം വരെ ഇത്തരം ഭ്രാന്തന്മാരുടെ മുമ്പിൽ പോയി നിൽക്കാൻ, ജീവൻ തകർക്കാൻ അവർ ഇതാണ്. പക്ഷെ ഇയാളെ പോലുള്ള ആളുകളെ ശ്രദ്ധിക്കേണ്ടത്. തനിക്ക് വേണ്ടി മണിക്കൂറുകൾ കാത്തു നിൽക്കുന്നു, കുടിവെള്ളം പോലും കിട്ടുന്നില്ല, നിർജ്ജലീകരണം ഉണ്ടാവും. ഈ മനുഷ്യര് തനിക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ താൻ അവരോടൊരു ഉത്തരവാദിത്വം കാണിക്കണം എന്നുള്ള ചിന്ത ഈ നടന്നു വേണ്ടേ? അയാൾ 8 മണിക്കൂറൊക്കെ വൈകി ഈ ദർശനം നൽകുക. ദർശനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്യം ഒഴിക്കുക. കാരണം ഇയാളൊരു ദിവ്യ പുരുഷനെ പോലെ ഇന്നലെ അയാൾ ചെയ്ത ഏറ്റവും വലിയ മനുഷ്യത്തിന് ഒരു കാര്യം എന്താ, ഈ ആളുകള് അയാൾ കണ്ട കൺമുമ്പിൽ പിന്നെ ചവിട്ടിക്കും തളർന്നു വീട് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി അടുത്ത തവണ കാണാതെ നേരെ എയർപോർട്ടിലെത്തി ചെന്നൈയിൽ പോയി സുഖമായിട്ട് ഉറങ്ങി. ഇത്രയ്ക്ക് ഹീനമായ പ്രവർത്തികൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ട്? ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കയറ്റി മനുഷ്യനെ ഗ്യാസ് ചേമ്പറിൽ കൊന്നെടുത്ത ഹിറ്റ്ലറെയാണ് ഇയാളെ പോലുള്ളവരെ കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ആധുനിക നമുക്കറിയാം, തമിഴ്നാട്ടിലെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ താരങ്ങളുടെ സിനിമകൾ ഇറങ്ങുമ്പോൾ പോലും അതിന്റെ ഫസ്റ്റ് ഷോയൊക്കെ വലിയ തരത്തിൽ വിമർശനങ്ങളും ഇത്തരത്തിൽ അപകടങ്ങളും ഉണ്ടാകുന്നത് മാറ്റിവെച്ച ചരിത്രങ്ങളാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഒരു പൊതുപരിപാടിയാകുമ്പോൾ എത്രത്തോളം ആളുകൾ എത്തുമെന്ന് കൃത്യമായ ധാരണയുണ്ട്. പക്ഷേ ആളുകൾ കൂടട്ടെ, എനിക്ക് ഇത്രത്തോളം ജനപിന്തുണയുണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പവർ അല്ലെങ്കിൽ ഷോ അത് തന്നെയല്ലേ നടന്നിരിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും. ഇയാൾ എന്താ പറയുന്നത്? ഈ നടൻ ഇതുവരെ പൊതുവേദിയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ? അയാൾ എല്ലാവരെയും വിമർശിക്കുന്നു. ക്രിയാത്മകമായ രീതിയിലുള്ള ഒരു പദ്ധതിയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഒരു റീഫോർമേഷന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള വാക്കുകൾ ഇയാൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അയാൾ എല്ലാവരെയും കയറി വിമർശിക്കുന്നു. അയാൾ കൈ വീശി കാണിക്കുന്നു, ജനം തളർന്നു വീഴുന്നു. എന്താണ് അയാൾ പറയുന്നത്? സ്റ്റാലിനെ പോലെ ഒരു നാടിന്റെ എന്താ ആവശ്യമുണ്ട് അതെല്ലാം കൃത്യമായി നിറവേറ്റി നടത്തുന്ന ഒരു ഭരണകൂടത്തിനെതിരെ ഇയാൾ എന്തൊക്കെയാ പറയുന്നത്? ഇയാൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അതാണ് നമ്മൾ എന്ത് രാഷ്ട്രീയ പാരമ്പര്യമല്ല ഇയാൾക്കുള്ളത്. ഇയാൾക്ക് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ആർട്ട്, ഒരു കലയാ. അത് ജനങ്ങളുമായിട്ട് ഇടപെട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടാണ് രാഷ്ട്രീയം മാറേണ്ടത്. പക്ഷെ ഇയാൾ ജനങ്ങളെ കൊന്നൊടുക്കാനായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നുന്നു. തമിഴ്നാടിനെ പോലെ ഓർത്ത് ഇതിന്റെ ആവർത്തനം കേരളത്തിലുണ്ട്. നിങ്ങൾ നോക്ക്, കേരളത്തിലെ ചില നടന്മാരുടെ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, പുലർച്ചെ പോയി ഇടിച്ചു കൂത്തി തിയേറ്ററിൽ കയറി ഇവർക്ക് കീജയും പിടിച്ച് തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ കട്ടൗട്ടണം പോയി പാലം
ബാലവർഷമൊക്കെ നടത്തുന്ന മലയാളിയെ കുറച്ച് ഓർക്കുന്നതും നമുക്ക് ലജ്ജിക്കണം, നമുക്ക് തലകുനിക്കണം. അപ്പൊ ഒരു വലിയ ഒരു മോശമായ ഒരു കൾച്ചർ ഈ പറയുന്ന തമിഴ്നാട്ടിലും കേരളത്തിലും ഇവർ ബുദ്ധിപൂർവ്വം ഇവരെ പിന്താങ്ങുന്ന PR ഏജൻസികൾക്ക് നടത്തുകൂടുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യർ എത്ര മണ്ടന്മാരാ. അപ്പൊ തമിഴന്മാരെ നമ്മൾ ഒരുപക്ഷെ കളിയാക്കും, പക്ഷെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ പറഞ്ഞില്ലേ, വടക്കഞ്ചേരിയിൽ ബാലവർഷം നടത്താൻ താഴെ വീണു ചെറുപ്പക്കാരൻ മരിച്ചു 1.5 വർഷമേ ആയുള്ളൂ. ഇതൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ നാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ലജ്ജ തോന്നും. നമ്മൾ പുറകോട്ടാ സഞ്ചരിക്കുന്നത്, ഒരു തർക്കമില്ല. വിജയ് അടിയന്തരമായിട്ട് അറസ്റ്റ് ചെയ്യണം, അയാളെ ജയിലിലിടണം. ഈ ഒരു വിജയുടെ റാലി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അനീതിക്കുള്ള ഒരു പ്രക്ഷോഭമോ അല്ലെങ്കിൽ അതിന്റെ വിരുദ്ധ മുദ്രാവാക്യമോ അല്ലെങ്കിൽ അവരുടെ പട്ടിണി പരിഹാരമോ ഇതിനൊന്നും വേണ്ടിയല്ല ആ ജനങ്ങൾ തടിച്ചുകൂടിയത്. വിജയ് എന്ന നടനോടുള്ള ഒരു ആരാധനയല്ലേ അവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ മനുഷ്യരും പാഠം പഠിക്കുന്നില്ലല്ലോ. കൊച്ചു കുട്ടികളെ അടക്കം എടുത്ത് ഇത്തരത്തിൽ വലിയൊരു റാലിയിലൊക്കെ പങ്കെടുക്കുക എന്ന് പറയുന്നത് അവർക്ക് അത്രത്തോളം ആരാധനയല്ലേ അവരെ ഒരു ഭ്രാന്ത് പിടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ആരാധന മൂത്ത് ഭ്രാന്ത് പിടിച്ചിട്ടാണല്ലോ സ്വയം മരണത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, രാവിലെ 6 മണി മുതൽ കാത്തു നിൽക്കുന്ന ജനത്തിന് മടുത്തിട്ട് അവർക്ക് അവിടുന്ന് പിൻവലിയാൻ വരെ സ്വാഭാവികമായ ഒരു ചിന്ത അവരുടെ മനസ്സിൽ വിട്ടു. തനിക്ക് വെള്ളം കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല, പിന്നെ എന്തിനാണ് കാത്തു നിൽക്കുന്നത്, ഇവരെന്തിനാണ് അവിടെ നിൽക്കുന്നത്, ഇവർക്ക് പിൻവലിയാലോ, ഇവരാരെങ്കിലും തടങ്ങളിൽ നിർത്തിയിട്ടുണ്ടോ? അപ്പൊ ഈ മനുഷ്യര് ഇനിയും വളർന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇയാൾ പറഞ്ഞ കറക്റ്റ്, ഇയാൾ എന്തെങ്കിലും ക്രിയാത്മകമായി എന്തെങ്കിലും ഒരു കാര്യം രാഷ്ട്രീയപരമായിട്ട് ഇയാൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും പറഞ്ഞു കേട്ടോ? തമിഴ്നാട്ടിൽ അങ്ങനെ അനീതിയൊന്നും രാഷ്ട്രീയത്തിൽ നടക്കുന്നില്ല. സ്വാഭാവികമായ ചില അനീതി നടക്കുന്നുണ്ടായിരിക്കും. തമിഴ്നാട് നന്നായിട്ട് തന്നെ ജനങ്ങളെ പരിപാലിച്ചുകൊണ്ട് പട്ടിണി അകറ്റി നന്നായിട്ട് പോകുന്നൊരു ഗവൺമെന്റ് അവിടെയുള്ള. പിന്നെ ഇയാൾ വന്നിട്ട് എന്ത് ചെയ്യാൻ? ഇയാൾക്ക് എന്ത് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്? ഞാൻ പറയുന്നത്, ഈ ചർച്ചയിൽ പറയുന്നത്, ഇയാളെ അറസ്റ്റ് ചെയ്യണം. ഇയാളെ 40 മരണം, ഈ 40 മരണത്തിന്റെ ഉത്തരവാദി ഇയാൾ ഒറ്റയൊരുത്തനാണ്. ഏറ്റവും ഹീനമായി അയാൾ അവിടുന്ന് അപ്പോഴേ എസ്കേപ്പ് ചെയ്യുന്നുള്ളതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.